വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ വന്നു ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ ഓരോ ദിവസത്തിലും കർത്താവ് നമ്മളോട് ശക്തമായി സംസാരിച്ചു. ഇന്നത്തെ എപ്പിസോഡിലും ഇസ് ഗോയിങ് ടു ബി നോ ഡിഫറെൻറ്റ്. കർത്താവ് നമ്മളോട് വ്യക്തമായി സംസാരിക്കാൻ പോവുകയാണ്. എത്ര പേർ തയ്യാറാണ് ചെവികൾ തുറക്കുവാനും നിങ്ങളുടെ ഹൃദയത്തെ തുറന്ന് കർത്താവിന് വേണ്ടി എത്ര പേർ തയ്യാറാണ്? ഹൗ മെനി ഓഫ് യു ആർ റെഡി ടു ഓപ്പൺ അപ്പ് യുവർ ഇയേഴ്സ്, യുവർ സ്പിരിച്വൽ ഹാർട്ട്സ്? നമുക്ക് ഒരുമിച്ച് കർത്താവിൽ നിന്ന് ചില കാര്യങ്ങൾ പ്രാപിക്കുവാൻ നമുക്ക് റെഡിയാകാം. അപ്പോൾ തന്നെ ഇന്നത്തെ ഒരു കീ സ്പോൺസറുണ്ട്, ഒരു കോ സ്പോൺസറുണ്ട്. നമുക്ക് കീ സ്പോൺസറായ പത്മാവതി സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഡൽഹിയിൽ നിന്ന് ആണ് സിസ്റ്റർ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ്. ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് സിസ്റ്ററെ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ സകല അനുഗ്രഹങ്ങളും ഈ ഫാമിലിയുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ ബ്ലെസ്സിങ്സ് ഈ ഫാമിലിയുടെ മേൽ ഓപ്പൺ ആകട്ടെ. മക്കളായ ശ്രീകലയും ശ്രീലതയും ബ്ലെസ് ചെയ്യുന്നു. രണ്ടുപേർക്കും രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. അപ്പോൾ തന്നെ മൂത്ത മകൾ ശ്രീകലയുടെ ജോലി എത്രയും വേഗം റെഡിയാകാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങൊരു വഴി തുറക്കണമേ കർത്താവെ. മരുമക്കളെ ബ്ലെസ് ചെയ്യുന്ന കർത്താവെ, അവരുടെ മദ്യപാനം എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല ദുശീലങ്ങളും മാറട്ടെ. കർത്താവിന് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു കർത്താവെ. അപ്പോൾ തന്നെ നമുക്കൊരു കോ സ്പോൺസറുണ്ട്, ലത ശിവൻ ഫ്രം പറവൂർ. താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ്. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മകൻ സിദ്ധാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ മകൻ്റെ വിവാഹം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. അതിനുവേണ്ടിയുള്ള തക്ക തുണയെ അറേഞ്ച് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ റിലേറ്റീവ്സിനെയും നെയ്ബേഴ്സിനെയും ഞങ്ങൾ ഒരുമിച്ച് ബ്ലെസ് ചെയ്യുന്നു. അവർ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനത്തെ ഒരു ഭാരം കർത്താവെ സിസ്റ്റർ കൊടുത്തിട്ടുണ്ടല്ലോ, അവരെ നേടുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവെ, അനുവിൻ്റെ നഷ്ടപ്പെട്ടു പോയ ആ പണം എത്രയും വേഗം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് തിരിച്ചു കൊടുക്കണമേ, റെസ്റ്റോർ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ് ആൻഡ് താങ്ക് യു ബോത്ത് സിസ്റ്റേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേസ് എപ്പിസോഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുള്ള വ്യക്തികൾ ഞങ്ങളുടെ ടീമിനെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്കും ഇതുപോലെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ പറ്റും. ലോകമെമ്പാടുമുള്ള വ്യക്തികൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, UK-യിലും US-ലും ചില സ്പെഷ്യൽ മീറ്റിംഗ്സ് നടക്കുന്നു. UK-യിൽ മാഞ്ചസ്റ്ററിലും ലണ്ടനിലും ബർമിംഗമിലും നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ ആൻഡ് ക്യാച്ച് ദ ഫയർ മീറ്റിംഗ് നടക്കുന്നു. അപ്പോൾ തന്നെ US-ൽ ന്യൂയോർക്ക്, വാഷിങ്ടൺ, ടാമ്പ എന്നീ സ്ഥലങ്ങളിൽ നമ്മൾ മീറ്റിംഗ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നേരിട്ട് കടന്നു വരാം. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ആമേൻ. ഗോഡ് ബ്ലെസ് യു. പ്രത്യാശ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ അകത്ത് എന്താ വരുന്നത്? എന്താണ് എൻ്റെ ഐഡിയ? വാട്ട് ഈസ് ദ ഐഡിയ ദാറ്റ് ഈസ് കമ്മിങ് ടു യുവർ മൈൻഡ് വെൻ ഐ സേ ദ വേർഡ് ഹോപ്പ്? പ്രത്യാശ എന്താണോ നിങ്ങളുടെ മനസ്സിൽ വരുന്നതെന്ന് ലൈവ് ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? പ്രത്യാശ, ഒരു പ്രതീക്ഷ എന്ന് ചിലപ്പോൾ നമ്മൾ പറയും. പക്ഷേ വാസ്തവത്തിൽ എൻ്റെ കോൺസെപ്റ്റ് എന്താണ്? പ്രത്യാശ എന്ന് പറയുമ്പോൾ അകത്തെന്ത് തോന്നുന്നു? നിങ്ങളുടെ തലയിൽ വരുന്നത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ദയവായി ഒന്ന് ലൈവ് ചാറ്റിൽ ഇപ്പോൾ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? ഞാൻ നോക്കട്ടെ. ഇട്ടുകൊണ്ടിരിക്കുക. അത് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് പറയാനുള്ളത് പറയാൻ പോവുക. അതിനുവേണ്ടി റെഡി ആയിക്കും. ഹോപ്പ്, ഒരു ജനറൽ മീനിങ് അതിനുണ്ട്. ഹോപ്പ്, നമ്മൾ സാധാരണ പ്രത്യാശ ഹോപ്പ് എന്ന് പറഞ്ഞാൽ എ ഫീലിംഗ് ഓഫ് എക്സ്പെക്ടേഷൻ and desire for a particular thing to happen. എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം വരുമെന്നുള്ള നമ്മുടെ അകത്തുള്ള ഒരു പ്രതീക്ഷ, ഒരു ആഗ്രഹം നിറവേറും, അത് നടക്കും, അത് ശരിയാകും എന്നുള്ളൊരു പ്രതീക്ഷ. അതാണ് ഒരു ജനറൽ മീനിങ്. എന്നാൽ ബിബ്ലിക്കൽ മീനിങ് അതല്ല. വചനത്തിൽ ഒത്തിരി സ്ഥലങ്ങളിൽ ഹോപ്പ് എന്നുള്ളൊരു വേർഡ് ഉപയോഗിച്ച് കാണുന്നുണ്ട്. പ്രത്യാശ. എബ്രായലേഖനം 11:1 നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം. എബ്രായലേഖനം 11:1 വിശ്വാസത്തിന്റെ നിർവചനമായിട്ടാണ് ബൈബിളിലെ നിർവചനം. സ്പെസിഫിക്കായി എടുത്തു പറഞ്ഞിരിക്കുന്ന നിർവചനം അതാണ്. Now faith is a confidence in what we hope for and assurance about what we do not see. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളിലുള്ള നിശ്ചയവുമാകുന്നു. അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ പ്രത്യാശിക്കുന്നതിൻ്റെ
ഉറപ്പാണ്, കോൺഫിഡൻസ് ആണ്. അപ്പോൾ ബിബ്ലിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രത്യാശക്ക് വകയുണ്ട്. പ്രത്യാശ എന്ന് പറഞ്ഞാൽ എ സ്ട്രോങ് ആൻഡ് കോൺഫിഡൻറ്റ് എക്സ്പെക്ടേഷൻ ബേസ്ഡ് ഓൺ ദ പ്രോമിസസ് ഓഫ് ഗാഡ്. അപ്പൊ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ അടിസ്ഥാനമാക്കി ഉള്ള നമ്മുടെ അകത്തുള്ള വളരെ ശക്തമായ ഉള്ളുറപ്പോടുകൂടിയ ഒരു പ്രതീക്ഷയാണ് പ്രത്യാശ എന്ന് പറയുന്നത്. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. പ്രത്യാശ പരാജയപ്പെടുകയില്ല. പ്രത്യാശയുള്ള ഒരാൾക്ക് ലജ്ജിച്ചു പോകേണ്ടി വരികയില്ല, നിരാശപ്പെടേണ്ടി വരികയില്ല, നാടൻ ഭാഷയിൽ നാണം കെടേണ്ടി വരികയില്ല. ദൈവത്തിലുള്ള പ്രത്യാശയുള്ളവർക്ക്. മറ്റേതൊരു ഈ നമ്മൾ സാധാരണ പ്രത്യാശ, ഒരു ഹോപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ജസ്റ്റ് എ വിഷ്ഫുൾ തിങ്കിങ്, അല്ലെങ്കിൽ ഒരു ഓപ്റ്റിമിസ്റ്റിക് തിങ്കിങ്, ഒരു ശുഭാപ്തി വിശ്വാസം. എല്ലാം ഒരു ദിവസം എല്ലാം നന്നാവും ബ്രദറെ എന്ന് പറയുന്നത് പോലെ ഉള്ളൂ. എന്നാൽ ബിബ്ലിക്കൽ ആയിട്ട് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രത്യാശ എന്ന് പറയുന്നത് ഒരു ഉറപ്പാണ്, ഒരു കോൺഫിഡൻറ്റ് സ്ട്രോങ് എക്സ്പെക്ടേഷനാണ്. കാരണം അതിൻ്റെ ആധാരം ആരെങ്കിലും പറഞ്ഞ പ്രോമിസ് അല്ല. ഒരിക്കലും കള്ളം പറയാൻ അറിയാത്ത, കള്ളം പറയാൻ പറ്റാത്ത, വ്യാജം പറയാൻ പറ്റാത്ത, പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന, മാറ്റമില്ലാത്ത, എന്നും എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവം നൽകിയ വാഗ്ദത്തങ്ങളിലുള്ള ഉള്ളുറപ്പാണ് പ്രത്യാശ. അപ്പൊ ഈ ദിവസങ്ങളൊക്കെ ഞാൻ സെഖര്യാവിന്റെ പുസ്തകം 9:12 ബേസ് ചെയ്ത് ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോൾ കർത്താവ് നമ്മളെ വിളിക്കുന്നത് പ്രിസണേഴ്സ് ഓഫ് ഹോപ്പ് എന്നാണല്ലോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ പ്രത്യാശയുടെ തടവുകാരാണ് നമ്മൾ. ഹേയ് സിസ്റ്ററെ, ബ്രദറെ, ഇവിടെ നോക്കിവിടെ എൻ്റെ കണ്ണിലേക്ക് നോക്കപ്പാ. നിങ്ങളെ കർത്താവ് വിളിക്കുന്നത് പ്രത്യാശയുടെ തടവുകാരൻ, പ്രത്യാശയുടെ തടവുകാരി എന്ന. നിങ്ങളൊരു തടവറയിലാണ്. ഇനി ഞാനൊരു കാര്യം പറയാം, പുറത്താരോടും പറയേണ്ട, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരും ഇൻവിസിബിളായി, അദൃശ്യമായി ഒരു തടവറയുടെ അകത്താണ് ജീവിക്കുന്നത്. ഭൂമിയിലുള്ള എല്ലാവരും അദൃശ്യമായ ചില തടവറകൾക്കുള്ളിൽ ജീവിക്കുന്നു. ഒന്നുകിൽ നിരാശയുടെ, നെഗറ്റിവിറ്റിയുടെ, പെസിമിസത്തിൻ്റെ, ഡിപ്രഷൻ്റെ, ഭയത്തിൻ്റെ, പലതിൻ്റെയും തടവറ, അല്ലെങ്കിൽ പ്രത്യാശയുടെ തടവറ, ഒരു വലിയ എക്സ്പെക്ടേഷൻ്റെ, ഒരു ഹോപ്പ്. എന്തോ വലിയ കാര്യങ്ങൾ കർത്താവ്, വാക്കുമാറാത്തവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള വലിയ ഒരു പ്രത്യാശയുടെ തടവറ. ഇതിൽ ഏതെങ്കിലും ഒന്നിലാണ് എല്ലാവരും കിടക്കുന്നത്. എൻ്റെ ചോദ്യം, നിങ്ങൾ ഏതിലാണ്? ആദ്യം പറഞ്ഞ നെഗറ്റീവായ ഇരുട്ടും ഉള്ള സൂര്യപ്രകാശം കയറാത്ത നിരാശയുടെയും ഭയത്തിൻ്റെയും ഇരുട്ടുമുറിയിലാണോ നിങ്ങൾ? തടവറയിലാണോ നിങ്ങൾ? അല്ലെങ്കിൽ വലിയ പ്രതീക്ഷയുള്ള, പ്രകാശമുള്ള, കർത്താവ് തീർച്ചയായിട്ടും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള ഭയങ്കരമായ പ്രതീക്ഷയുടെ ഒരു തടവറയുടെ ഉള്ളിലാണോ നീ? ഇപ്പോൾ അതൊന്ന് ഡിസൈൻ ചെയ്ത് മനസ്സിലാക്കുക. ഏതിലെങ്കിലും ഒന്നിലേ കിടക്കാൻ പറ്റും. എവിടെയാണ് നിങ്ങൾ? പ്രത്യാശയുടെ തടവുകാരായിട്ടുള്ളവർ ഇപ്പോൾ പ്രതികരിക്കുക. ലൈവ് ചാറ്റിലേക്ക് ഒന്ന് ടൈപ്പ് ചെയ്തിടുക, ഞാൻ പ്രത്യാശയുടെ തടവുകാരനാണ്. ഐ എം എ പ്രിസണർ ഓഫ് ഹോപ്പ്. ഇനി അല്ലാത്ത ആളുകൾ ദയവായി ഇപ്പോൾ ഒന്നും ഇടണ്ട, പക്ഷെ ഇതിലോട്ടൊന്ന് കയറണമല്ലോ. അതിന് പുഷ് ചെയ്യാൻ ആ തടവറയിൽ നിന്ന് നിങ്ങളെ പിടിച്ച് ഇപ്പുറത്തെ പ്രത്യാശയുടെ തടവറയിൽ ഇടാൻ വേണ്ടിയാണ് ഞാൻ ഈ എല്ലാ ദിവസവും ഇതിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ വചനം ശുശ്രൂഷിക്കുന്നത്. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ഈ മോർണിംഗ് ഗ്ലോറി കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന, സ്ഥിരമായി പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന, ഒരു ദിവസം പോലും മുടക്കാത്ത എല്ലാവരും ഈ ദിവസങ്ങളിൽ പ്രത്യാശയുടെ തടവുകാരിയായി മാറിയിരിക്കും. അതെൻ്റെ വാശിയാണ്. ഞാനത് കാണും. നിങ്ങളെക്കുറിച്ച് ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് പ്രാർത്ഥിക്കുന്നു. എങ്ങനെ നിങ്ങളെ ഈ ഡിപ്രഷൻ്റെ കുഴിയിൽ നിന്നും, നിരാശയുടെ കുഴിയിൽ നിന്നും, അല്ലെങ്കിൽ ചിലരിങ്ങനെ ഇടക്കിടക്ക് ഗ്ലൂമിയാകുക, ഇടക്ക് നല്ല പ്രത്യാശ, ഇടക്ക് നിരാശ, അതിൽ നിന്നൊക്കെ ഇങ്ങനെ
മാറി മാറിയുള്ള അവസ്ഥകളിൽ നിന്ന് സ്ഥിരമായി പ്രത്യാശയുടെ ഒരു തടവുകാരിയായി നിങ്ങളെ മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ എനിക്ക് മെസ്സേജ് അയക്കണം. മാറിക്കഴിഞ്ഞാൽ എന്നെ ഏതെങ്കിലും രീതിയിൽ ഇമെയിലിലോ SMS വാട്സാപ്പിലോ ബ്ലെസ്സിംഗ് ടുഡേ വാട്സാപ്പിലോ എൻ്റെ പേഴ്സണൽ വാട്സാപ്പ് നമ്പറിലോ ഒക്കെ അയക്കണം. ഞാൻ അറിയട്ടെ കർത്താവിനെ സ്തുതിക്കാൻ. ആമേൻ. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹോപ്പ് ഇൻവോൾവ്സ് വെയിറ്റിംഗ്. പ്രത്യാശയുള്ള എല്ലാവരും കാത്തിരിക്കാൻ പഠിക്കണം. അത് മസ്റ്റാണ്. ഹോപ്പ് മീൻസ് യു ഹാവ് ടു വെയിറ്റ്. പലരും നിരാശയിലേക്ക് പോകാൻ കാര്യം ഈ ഗുട്ടൻസ് അറിയാത്തതുകൊണ്ടാണ്. അവർ വിചാരിക്കുന്നത് ഇപ്പൊ തന്നെ എല്ലാം ശരിയാവും. നോ 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 നോ. ദൈവം ദൈവത്തിൻ്റെതായ വഴികളിൽ ദൈവത്തിൻ്റെ ഒരു പേസ് ഉണ്ട്, ദൈവത്തിൻ്റെ ഒരു റിതമുണ്ട്, ദൈവത്തിൻ്റെ ഒരു ടെമ്പോയുണ്ട്, അവൻ്റെ ഒരു സ്പീഡുണ്ട്, ദൈവത്തിൻ്റെ ഒരു മോഡസ് ഓപ്പറാൻഡായി ഉണ്ട്. അതിനനുസരിച്ച് ദൈവം പ്രവർത്തിക്കൂ. ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ കയ്യിൽ കെട്ടിയിരിക്കുന്നത് കാസിയോടെ വാച്ചായിരിക്കാം, പിന്നെ ഏതൊക്കെയുള്ള സിറ്റിസൺ, റാഡോ, റോളക്സ്, ഇപ്പോഴത്തെ ബ്രാൻഡുകളെല്ലാം ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കെട്ടാറില്ല. ഒത്തിരി വർഷങ്ങളായിട്ട് ഞാൻ വാച്ച് കെട്ടാറില്ല. ഈ മൊബൈലിൽ എല്ലായിടത്തും ഉണ്ടല്ലോ. ഞാനിത് കെട്ടിക്കൊണ്ട് നടക്കാറില്ല. പരീക്ഷാകാലത്തൊക്കെ മാത്രമേ ഞാനിത് കെട്ടിയിട്ടുള്ളൂ. പരീക്ഷാകാലം എന്ന് ഉദ്ദേശിക്കുന്നത് ടെംപ്ടേഷൻ്റെ സമയമല്ല. പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് SSLC പരീക്ഷ എഴുതിയപ്പോൾ, ഡിഗ്രി പരീക്ഷ എഴുതിയപ്പോൾ, പ്രീ ഡിഗ്രി എഴുതിയപ്പോൾ, പരീക്ഷയ്ക്ക് പോകുമ്പോൾ അത് ആവശ്യമാണ്. അല്ലെങ്കിൽ ഞാൻ ഈ വാച്ച് കെട്ടാറില്ല. സമയം നോക്കാൻ അപ്പോൾ സമയം നോക്കി പരീക്ഷ എഴുതും. അതല്ലെങ്കിൽ ഞാൻ വാച്ച് കെട്ടാറില്ല. അതിൻ്റെ അർത്ഥം ഞാൻ സമയം ഒട്ടും പാലിക്കാത്തവനാണ്, സമയത്തിന് അതീതനാണെന്നുള്ള അർത്ഥത്തിലല്ല. ഞാൻ ഈ മൊബൈലിലോ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് എവിടെ നോക്കിയാലും സമയമില്ല. നമുക്ക് പറയാൻ വന്നത്, നമ്മുടെ റാഡോ വാച്ചിനനുസരിച്ച്, നമ്മുടെ കാഷിയോ വാച്ചിനനുസരിച്ച്, നമ്മുടെ റോളക്സ് വാച്ചിനനുസരിച്ചല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവം ദൈവത്തിന്റെ സമയത്താണ് പ്രവർത്തിക്കുന്നത്. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ദൈവം ദൈവത്തിന്റെ നിയമിക്കപ്പെട്ട സമയത്താണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഹലോ പെൺകുഞ്ഞുങ്ങളെ, ആൺകുഞ്ഞുങ്ങളെ, എൻ്റെ സഹോദരി സഹോദരന്മാരെ, എൻ്റെ ആങ്ങളമാരെ, പെങ്ങളമാരെ, എന്തൊക്കെയാ പറയേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. അയ്യോ, ഒന്ന് ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ദൈവത്തിലാണ് നമ്മൾ പ്രത്യാശ വയ്ക്കുന്നതെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പഠിക്കണം. ഈ വാച്ചിന് നാളെ 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 എന്ന് പറഞ്ഞാൽ നടക്കണമെന്നില്ല. പക്ഷെ ദൈവത്തിന്റെ സമയത്ത് ബ്യൂട്ടിഫുള്ളായി നടക്കും. അതിനോട് തിരക്ക് പിടിച്ചിട്ടൊന്നൊരു കാര്യമില്ല. പക്ഷേ പ്രത്യാശയുണ്ടോ? നടന്നിരിക്കും. ദൈവത്തിന്റെ സമയത്ത് ദൈവം അത് ചെയ്തിരിക്കും. അപ്പോ പലതരത്തിലുള്ള പ്രതീക്ഷകളാണ് ഈ ഭൂമിയിലുള്ളത്. അതിലൊന്ന് എ ജനറൽ ഹോപ്പ്, ഒരു പൊതുവായ ഒരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടല്ലോ. എവറിത്തിങ് വിൽ ബി ഓക്കെ വൺ ഡേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസം എല്ലാം ശരിയാകുമായിരിക്കും. ഇതൊരു വിഷ്ഫുൾ തിങ്കിങ് മാത്രമാണ്. അകത്തൊരു ചിന്ത, ഒരു ദിവസം എല്ലാം ശരിയാകും, എല്ലാം ശരിയാകും, എല്ലാം ശരിയാകുമായിരിക്കും. അതാണ് സാധാരണ നാട്ടു നടപ്പ് എല്ലായിടത്തും. നമ്പർ 2, ഹോപ്പ് ബേസ്ഡ് ഓൺ യുവർ പാസ്റ്റ് എക്സ്പീരിയൻസസ്. കഴിഞ്ഞകാല അനുഭവങ്ങളെ ആധാരമാക്കിയുള്ള ഒരു പ്രത്യാശ. പണ്ടുകാലത്ത് ഇതുപോലെ ഒരു രോഗം വന്നു, ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു, അപ്പൊ ഇതിൽ നിന്നും ഞാൻ രക്ഷപ്പെടുമായിരിക്കും. പണ്ടുകാലത്ത് ഇതുപോലെ കാശില്ലാതെ ഭയങ്കരമായി വിഷമിച്ചൊരു സമയമുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെട്ടു. കുറെ ഓവർ ടൈം നിന്നു, കുറെ സൈഡ് ബിസിനസ് ഒക്കെ ചെയ്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിമറികളൊക്കെ നടത്തി ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇതും അതുപോലെ റെഡിയാകുമായിരിക്കും. അതാണ് വേറൊരു തരം. നമ്പർ 3, ഹോപ്പ് ബേസ്ഡ് ഓൺ ദ പ്രോമിസസ് ഓഫ് ഗോഡ്. ദൈവിക വാഗ്ദത്തങ്ങളെ ആധാരമാക്കിയുള്ള പ്രത്യാശ, ഹോപ്പ്. ഈ നമുക്ക് എന്തെങ്കിലും ഒരു ഗ്രിപ്പുണ്ടെങ്കിൽ അത് ദൈവവചനമാണ്. ദൈവവചനമാണ് ആധാരം. അഖിലാണ്ടത്തിന്റെ ആധാരം പോലും ദൈവവചനമാണ്. ഈ പ്രപഞ്ചത്തിന്റെ ആധാരം. എബ്രായ ലേഖനം 11:3 അത് പറയുന്നുണ്ട്, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവന്. വചനത്താലാണ് ഇതിനെ താങ്ങി നിർത്തിയിരിക്കുന്നത്. സോ അങ്ങനെ ഒരു 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 ഹോപ്പുണ്ട്. ദൈവത്തിൻ്റെ എങ്ങനെയാ പറയേണ്ടത്, വാഗ്ദത്തങ്ങളിൽ
അടിസ്ഥാനമാക്കിയുള്ള പ്രത്യാശ. അതൊരു ചെറിയ സംഭവമല്ല. അത് നിങ്ങൾക്കുണ്ടോ? ദൈവവചനം വായിക്കുമ്പോൾ, ദൈവവചനം പഠിക്കുമ്പോൾ, ദൈവവചനം അകത്തോട്ടാക്കുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം. ഈ വചനമാണ് എൻ്റെ ആധാരം, വചനമാണ് എൻ്റെ അടിസ്ഥാനം, ഈ വചനത്തിലാണ് എൻ്റെ ജീവിതം കെട്ടിപ്പണിയുന്നത്. അതുകൊണ്ടല്ലേ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞില്ലേ, 2 തരം പണിക്കാർ, വീട് പണിക്കാരുണ്ട്. ഒരാള് വചനം കേട്ട് അനുസരിക്കുകയാണെങ്കിൽ ആ വ്യക്തി ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനോട് സദൃശ്യൻ. എന്നാൽ എൻ്റെ വചനം കേട്ട് ചെയ്യാത്തവനോ മണലിന്മേൽ വീട് പണിത ബുദ്ധിയില്ലാത്ത മനുഷ്യനോട് സദൃശ്യൻ. ഇയാളുടെ ജീവിതത്തിന്റെ ആധാരം വചനമായിരുന്നു. വചനം കേട്ടിട്ട് അയാൾ ചെയ്തു, വിശ്വസിച്ചപ്പോൾ അത് ചെയ്തു. എന്നാൽ ഇപ്പുറത്ത് വചനത്തിന്റെ ആധാരം ഇല്ലായിരുന്നു, അതുകൊണ്ട് ചെയ്തില്ല. അപ്പോ വചനമാണ് നമ്മുടെ ആധാരം, അത് നമ്മൾ മനസ്സിലാക്കണം. ഇനി 4മതൊരു ഹോപ്പുണ്ട്. ഹോപ്പ് ബേസ്ഡ് ഓൺ ജീസസ് റിസറക്ഷൻ. യേശുവിൻ്റെ ഉയിർപ്പിനെ ആധാരമാക്കിയുള്ളൊരു പ്രത്യാശയുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് ദി അൾട്ടിമേറ്റ് ഹോപ്പ്, ആത്യന്തികമായ പ്രത്യാശ. ബാക്കിയുള്ള പ്രത്യാശ എന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, രോഗം മാറും, എൻ്റെ കല്യാണം ഒരു ദിവസം നടക്കും, എൻ്റെ കഷ്ടകാലം മാറും, എൻ്റെ കഷ്ടകാലം മാറും, ആ മക്കളൊക്കെ പഠിച്ച് വിദേശത്ത് പോവും, അന്ന് അവൾ അവിടുന്ന് പൈസ അയക്കും, ലോൺ എടുത്തതെല്ലാം വീട്ടും, നല്ല കാലം തെളിയും. ഇതൊക്കെയാണ് ഇതുവരെ ഉള്ളതെങ്കിൽ യേശുവിൻ്റെ ഉയിർപ്പ് നിമിത്തം നമ്മുടെ അകത്ത് വരുന്നൊരു പ്രത്യാശയെ വിളിക്കുന്നത് ആത്യന്തികമായ പ്രത്യാശ എന്നാണ്, അൾട്ടിമേറ്റ് ഹോപ്പ്. കാരണം ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്, നമ്മുടെ ഏറ്റവും ഒടുക്കത്തെ ശത്രു, അവസാനത്തെ ശത്രു എന്ന് പറയുന്ന മരണമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഒരു ശത്രു ഇല്ല. ഒടുവിലത്തെ ശത്രുവായ മരണത്തെ യേശു തൻ്റെ മരണം കൊണ്ട് ജയിച്ചു. ഇതൊന്നും നമ്മുടെ സിമ്പിൾ ലോജിക്കിലൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതികളൊക്കെ ഭയങ്കരമാണ്, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് അപ്പുറത്താണ്. പക്ഷെ ദൈവിക പദ്ധതികൾ അതുപോലെ നമ്മൾ വിശ്വസിക്കുക. ഇവിടെ ഏറ്റവും ഒടുക്കത്തെ ശത്രുവായ മരണത്തെ യേശു തന്റെ മരണം കൊണ്ട് ബീറ്റ് ചെയ്തു, വിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അത് വിൻ ചെയ്ത് അവൻ ഉയർത്തെഴുന്നേറ്റു. യേശു ഒരു കാര്യം പറഞ്ഞിരുന്നു, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും, ഞാൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നിങ്ങളും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കും. അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ്, അതിൻ്റെ ഒരു സാമ്പിൾ, അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്, അതിൻ്റെ ഒരു മോഡലാണ് കർത്താവ് കാണിച്ചു തന്നത്. മക്കളെ, ഞാനിതാ എൻ്റെ ജീവനെ, എൻ്റെ പ്രാണനെ, എൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കൈകളിലേക്ക് കൊടുത്ത് ഞാൻ മരിച്ചു. എന്നാൽ 3-ാം ദിവസം അവൻ എന്നെ എഴുന്നേൽപ്പിച്ചതുപോലെ എൻ്റെ മേലുള്ള അതേ അഭിഷേകം, അതേ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ പകർന്നെങ്കിൽ. ഇതുകൊണ്ടാണ് ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നവരല്ല, വിശ്വാസികളെന്ന് പറയുന്ന എല്ലാവരും പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കണമെന്ന് പറയുന്നത്. ഞങ്ങളുടെ സഭയിൽ അങ്ങനെ ഒരു വിശ്വാസമില്ല ബ്രദറെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശുവിനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ച ആത്മാവിനെ എനിക്ക് വേണ്ടെന്നാണ്. സഭയുടെയോ ഡിനോമിനേഷനുകളുടെ നിയമം അനുസരിച്ചല്ല ദൈവരാജ്യം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എനിക്കിഷ്ടമുള്ളതുപോലെ ഞാനൊരു സഭയും പ്രസ്ഥാനവും ഡിനോമിനേഷനും ഉണ്ടാക്കി എനിക്കിഷ്ടമുള്ളതുപോലെ സ്റ്റിയറിംഗ് പിടിക്കാമെന്ന് വിചാരിക്കരുത്. യേശുവാണ് സ്റ്റിയറിംഗ് പിടിക്കുന്നത്, അവൻ്റെ വചനങ്ങളാണ് നമ്മുടെ ആധാരം. എന്ന് മാത്രമല്ല, യേശു ദൈവപുത്രനായിരുന്നിട്ടും പരിശുദ്ധാത്മാവിന് ആവശ്യമായിരുന്നെങ്കിൽ നമുക്ക് വേണ്ടേ? നമുക്ക് എത്ര അധികം വേണം? അതുകൊണ്ട് ഈ യേശു ഉയർത്തെഴുന്നേറ്റു എന്നതിലുള്ള പ്രത്യാശയെ നമ്മൾ വിളിക്കുന്നത് അൾട്ടിമേറ്റ് ഹോപ്പ് എന്നാണ്. ഈ അൾട്ടിമേറ്റ് ഹോപ്പ് വന്നു കഴിയുമ്പോൾ നമ്മൾ മരിച്ചാൽ പോലും നമുക്ക് പ്രശ്നമില്ല എന്നൊരു നിലവാരത്തിൽ നമ്മൾ എത്തും. അതുകൊണ്ടാണ് സ്തെഫാനോസ്, യാക്കോബ്, പൗലോസ്, പത്രോസ്, 12 ശിഷ്യന്മാർ, യോഹന്നാൻ ഒഴികെ
അനേകർ രക്തസാക്ഷികളാകാൻ വരെ തയ്യാറായത്. കാരണം മരിച്ചാലും നോ പ്രോബ്ലം, മരിച്ചാൽ ലാഭമാണ്. പെട്ടെന്ന് തന്നെ അവന്റെ സന്നിധിയിൽ ഞങ്ങൾ സ്വർഗീയ സന്തോഷത്തിലെത്തുന്നു. പൗലോസ് പല പ്രാവശ്യം പറഞ്ഞു, ഐ എം സ്റ്റേയിങ് ബാക്ക് ബിക്കോസ് ഓഫ് യു. നിങ്ങൾ സഭാവിശ്വാസികൾക്ക് കുറച്ചുനാൾ കൂടെ എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ കഴിയും, നിങ്ങളെ ഒന്ന് പണിതെടുക്കാൻ കഴിയും എന്നത് കൊണ്ട് ഞാൻ ശരീരത്തിൽ അവശേഷിക്കുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ പണ്ടേ ഞാൻ ഇവിടെ നിന്ന് പോയേനെ. കാരണം വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കുന്നത് അത്യുത്തമമല്ലോ. എന്നാൽ നിങ്ങൾ നിമിത്തം അല്പകാലം കൂടെ ശരീരത്തിൽ ഇരിക്കുവാൻ ഞാൻ തീരുമാനിക്കുന്നു. ഞാൻ 2 നാൾ ഞരങ്ങുന്നു എന്ന് പറയാൻ പോണമെന്നുണ്ട്, ഇവിടെ നിൽക്കണമെന്നുണ്ട്. എന്താ ഞാൻ പറഞ്ഞു വരുന്നത്? പ്രത്യാശയുടെ തടവുകാരെന്ന് പറയുമ്പോൾ അതിൻ്റെ എയ്പെക്സ് എന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ റിസറക്ഷനിലുള്ള പ്രത്യാശയാണ്. യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഞാനും മരിച്ചാലും ഉയർത്ത് നിൽക്കും. അൾട്ടിമേറ്റ് ഹോപ്പ്. ഞാൻ വീണ്ടും പറയുന്നു, അൾട്ടിമേറ്റ് ഡിസപ്പോയിൻമെന്റിനെ തോൽപ്പിക്കുന്ന, അൾട്ടിമേറ്റ് എനിമിയെ തോൽപ്പിക്കുന്നതാണ് അൾട്ടിമേറ്റ് ഹോപ്പ്. ആത്യന്തികമായ ശത്രുവിനെ, ഒടുക്കത്തെ ശത്രുവായ മരണത്തെ തോൽപ്പിക്കുന്നതാണ് ആത്യന്തികമായ പ്രത്യാശ. അതെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കൈനീട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു വിടുതൽ ഇപ്പോൾ ഉണ്ടാകട്ടെ. വളരെ വലിയ ക്രൈസിസിലുള്ളവർ, ഒരുപക്ഷെ വെന്റിലേറ്ററിൽ, ICUയിൽ, ക്രിട്ടിക്കൽ കണ്ടീഷനിലൊക്കെ ആയിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. അതിഭയങ്കരമായി കഴുത്തിന് പ്രയാസമുള്ള ആരെയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. അതുപോലെ നട്ടലിന് പ്രയാസമുള്ളവരെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. പിന്നെ ഹാർട്ടിന് പ്രയാസമുള്ളവർ കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ അവിടെ നടക്കട്ടെ. നിങ്ങൾക്ക് എവിടെയാണോ പ്രയാസം അവിടെ ഒരു കൈ വെക്കുക, ഒരു കൈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിക്കുക. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. കർത്താവ് ഒരു അത്ഭുതം അതുപോലെ ചെയ്തതിനായി നന്ദി. ഇൻ ജീസസ് നെയിം. ആമേൻ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫോൺ എടുത്ത് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, എല്ലാ ദിവസവും പറയുന്ന പോലെ, ബ്ലെസ്സിങ് ടുഡേയുടെ ഒരു പാർട്ട്ണറായി മാറുക, ഇതിൻ്റെ ഒരു സ്പോൺസറായി മാറുക. ബ്ലെസ്സിങ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അങ്ങനെ അതിൽ ഒരു പാർട്ട്ണറായി മാറുമ്പോൾ മാസം കുറഞ്ഞതൊരു 500 രൂപ വീതം ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് ലോകരാഷ്ട്രങ്ങൾ അനുഗ്രഹിക്കപ്പെടും. തിരിച്ച് നിങ്ങളും 100 മടങ്ങായി അനുഗ്രഹിക്കപ്പെടും. അതിൽ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ അങ്ങനെ നമ്മുടെ വെബ്സൈറ്റൊക്കെ ഒന്ന് സന്ദർശിക്കുക. തിങ്കളാഴ്ച നമ്മൾ വീണ്ടും കാണും. നാളെ നമുക്ക് എല്ലായിടങ്ങളിലും സ്പെഷ്യൽ വർഷിപ്പ് സർവീസുകളുണ്ട്. അതിലൊക്കെ ഒന്ന് പങ്കെടുക്കുക. ഗോഡ് ബ്ലെസ് യു. See you on Monday through Morning Glory. Bye-bye.